വിവാദങ്ങൾക്ക് പിന്നാലെ കരുത്തുകാട്ടാൻ PV അൻവർ MLA അല്പസമയത്തിനകം മഞ്ചേരിയിൽ ചേരുന്ന പൊതുസമ്മേളനത്തിൽ പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനമായ ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരളയുടെ നയരേഖാ കരട് അവതരിപ്പിക്കും. തന്റേത് രാഷ്ട്രീയ പാർട്ടി അല്ല, രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നതിൽ നിയമപ്രശ്നങ്ങൾ ഉള്ളതിനാൽ അത് ഒരു സാമൂഹിക കൂട്ടായ്മയായിരിക്കുമെന്നും അൻവർ അറിയിച്ചു കഴിഞ്ഞു. കൂട്ടായ്മ പ്രഖ്യാപനത്തിന് മുന്നോടിയായി അൻവർ ഇന്നലെ ചെന്നൈയിൽ DMK നേതാക്കളെ കണ്ടിരുന്നു. അൻവറിനെ പരിഗണിക്കണമെന്ന് കാട്ടി DMK കേരള ഘടകം നേതൃത്വത്തിന് കത്ത് നൽകിയിട്ടുമുണ്ട്. അഷ്കർ അലി, VS രഞ്ജിത്ത്, മുബഷീർ, ദീപക് മലയമ എന്നിവർ സമഗ്ര വിവരങ്ങളുമായി ആദ്യം അഷ്കറിലേക്കാണ്. അഷ്കർ ഉള്ളത് അൻവറിന്റെ വീടിന് മുന്നിലാണ്. അഷ്കർ, 5 മണിക്കാണ് പരിപാടി പറഞ്ഞിരുന്നത്. സമയം ഇപ്പോൾ 4:17 ആയിരിക്കുന്നു. 6 മണിയെങ്കിലും ആകും മഞ്ചേരിയിലെ പരിപാടിക്ക് എന്നാണ് അറിയാനാകുന്നത്. എന്താണ് അവിടെ നിന്നുള്ള കാഴ്ച? വീട്ടിൽ നിന്ന് അൻവർ ഒറ്റയ്ക്ക് വരുന്നു, അതോ അനുയായികൾക്കൊപ്പം ഒരു ജാഥയായിട്ടൊക്കെ പുറപ്പെടാനുള്ള ഉദ്ദേശമുണ്ടോ? സ്മൃതി, PV അൻവർ ഇതുവരെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടില്ല. എന്തായാലും വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തന്നെ 5 മണിയാകുമെന്നാണ് ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനനുസരിച്ചായിരിക്കും മഞ്ചേരിയിലെ പരിപാടി. പ്രതികൂല കാലാവസ്ഥ ഇവിടെ നിൽക്കുന്നത്. ശക്തമായ കാറ്റുമഴയാണ് കഴിഞ്ഞ കുറേ നേരമായി ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് അതിനുകൂടി അനുസൃതമായിട്ടായിരിക്കും പരിപാടി ആരംഭം കുറിക്കുക. എന്തായാലും വലിയൊരു ആൾക്കൂട്ട സാന്നിധ്യം ഇന്ന് PV അൻവർ അവിടെ പ്രതീക്ഷിക്കുന്നു. തൻ്റെ രാഷ്ട്രീയ നിലപാടുകൾക്കൊപ്പം തന്നെ ആൾക്കൂട്ടത്തെ തൻ്റെ കൂടെ നിലനിർത്തുക എന്നുള്ളതും PV അൻവറിന് മുന്നിൽ പ്രധാനമാണ്. അതിനനുസൃതമായ രാഷ്ട്രീയ നീക്കമാണ് ഇപ്പോൾ PV അൻവർ നടത്തിക്കൊണ്ടിരിക്കുന്നതും. ഇടത് വലത് മുന്നണികൾക്ക് ഇല്ലെങ്കിൽ ഇടതുപക്ഷത്തു നിന്ന് തള്ളി പുറത്ത് പോകേണ്ടി വന്നെങ്കിലും UDFിലേക്ക് PV അൻവർ ചേരുമെന്നായിരുന്നു പലരും കണക്ക് കൂട്ടിയിരുന്നത്. പക്ഷേ അങ്ങനെയെങ്കിൽ പോലും തൻ്റെ കൂടെ CPM അസംതൃപ്തരായി നിൽക്കുന്ന എല്ലാ വിഭാഗവും ഇല്ലെങ്കിൽ ആളുകളൊക്കെ തന്നെ അൻവറിനൊപ്പം UDFിലേക്ക് എത്തുക എന്നുള്ളത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. ഇതൊക്കെ തന്നെ കണക്ക് കൂട്ടി തന്നെയാണ് ഇപ്പോൾ PV അൻവർ സ്റ്റേറ്റിന് പുറത്തേക്കുള്ള കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ ഒരു നെക്സസ് ആണെന്ന് ആരോപിച്ച PV അൻവർ അതിൻ്റെ ഭാഗമാകാതെ തന്നെ കേരളത്തിന് പുറത്തുള്ള DMK മുന്നണിയുമായി ഇല്ലെങ്കിൽ അതുമായി സഖ്യകക്ഷിയാവാനുള്ള ഒരു രാഷ്ട്രീയ നീക്കം നടത്തുന്നത്. നേരത്തെ തന്നെ DMKയിലെ പല നേതാക്കളുമായും PV അൻവറിന് അടുത്ത ബന്ധമുണ്ട്. ഗൂഡലൂരിൽ നീലഗിരി MP ആയിട്ടുള്ള രാജ ഉൾപ്പെടെയുള്ള ആളുകളുമായും PV അൻവർ അടുത്ത ബന്ധം പുലർത്തുന്ന ഒരാൾ കൂടിയാണ്. പ്രത്യേകിച്ച് PV അൻവറിൻ്റെ മണ്ഡലമായ നിലമ്പൂരും ഈ നീലഗിരിയും തൊട്ടടുത്ത പ്രദേശങ്ങളുമാണ്. ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നീക്കങ്ങൾക്കൊക്കെ കൃത്യമായി അടവും നയവും സ്വീകരിച്ച് പരിചയം കൂടിയുള്ള ആളാണ് PV അൻവർ. അത് അതിൻ്റെ സമയത്ത് തന്നെ കൃത്യമായി ഉപയോഗിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനെയാണ് DMKയുടെ സഖ്യകക്ഷിയാവാനുള്ള ഒരു അപേക്ഷ PV അൻവർ നൽകുന്നത്. അതിനോടൊപ്പം തന്നെ സംസ്ഥാനത്തെ DMKയുടെ കേരള ഘടകവും ഇത്തരത്തിൽ PV അൻവറിന് അനുകൂലമായിട്ടുള്ള ഒരു കത്ത് നൽകുകയും ചെയ്തു. പക്ഷേ ഇതുവരെ DMKയുടെ തമിഴ്നാട് ഘടകം അല്ലെങ്കിൽ ഔദ്യോഗിക നേതൃത്വം പ്രതികരണം നടത്തിയിട്ടില്ല. ഇന്ന് മഞ്ചേരിയുടെ വേദിയിലേക്ക് DMKയുടെ നിരീക്ഷകർ എത്തുമെന്നാണ് PV അൻവർ പറഞ്ഞിരിക്കുന്നത്. അവർ സ്റ്റേജിലില്ലെങ്കിൽ പോലും അവർ വേദിയിലെത്തും. അവർ നൽകുന്ന റിപ്പോർട്ടിലൂടെ അടിസ്ഥാനത്തിലായിരിക്കും PV അൻവറിൻ്റെ രാഷ്ട്രീയ പാർട്ടിയുടെ DMKയുമായുള്ള സഖ്യകക്ഷി എന്നുള്ള തോതിലുള്ള അതിൻ്റെ ഭാവി തീരുമാനിക്കുക. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. മാത്രമല്ല തമിഴ്നാട്ടിൽ നിന്നുള്ള Q ബ്രാഞ്ചിൻ്റെ ഉദ്യോഗസ്ഥരും കേരളത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അവർ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഇവിടെ എത്തിയെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർ നൽകുന്ന ഒരു റിപ്പോർട്ട് കൂടി MK സ്റ്റാലിൻ തമിഴ്നാട് മുഖ്യമന്ത്രി കൂടിയാണ്. അപ്പോൾ ആ അടിസ്ഥാനത്തിൽ Q ബ്രാഞ്ച് നൽകുന്ന റിപ്പോർട്ടിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും DMKയുടെ കേന്ദ്ര ഘടകം ഇതിലൊരു അന്തിമ തീരുമാനമെടുക്കും. അഥവാ PV അൻവറിൻ്റെ പാർട്ടി അത് DMK എന്ന പേരിലാണ് അറിയപ്പെടുന്നതെങ്കിലും ഡെമോക്രാറ്റിക് മൂവ്മെൻറ്റ് ഓഫ് കേരള അതിന് ചുരുക്കെഴുത്തായിട്ട് DMK സോഷ്യലിസ്റ്റ് മൂവ്മെൻറ്റ് എന്ന പേരിലാണെങ്കിൽ അല്ലെങ്കിൽ സോഷ്യൽ മൂവ്മെൻറ്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നതെങ്കിലും അതിനെ ഭാഗമാക്കണോ വേണ്ടോ എന്നുള്ള കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക അതിനുശേഷമായിരിക്കും. എന്നിരുന്നാൽ പോലും ഇപ്പോൾ PV അൻവറിനും അൻവറിൻ്റെ അനുയായികൾക്കും DMKയുടെ ഭാഗത്തു നിന്നും വലിയൊരു ഉറപ്പ് ലഭിച്ചിട്ടുണ്ട്. ആ ഉറപ്പിൻ്റെ അടിസ്ഥാനം തന്നെയാണ് ഇപ്പോൾ DMKയുടെ കൊടികളും തോരണങ്ങളും ഇല്ലെങ്കിൽ DMKയുടെ കൊടികൾക്ക് സമാനമായ രീതിയിലുള്ള കളർ പാറ്റേണൊക്കെ ഇപ്പോൾ PV അൻവറിൻ്റെ ഒപ്പമുള്ള ആളുകൾ വ്യാപകമായി ഉപയോഗിക്കുന്നത്. അതിൻ്റെ കൊടികളും ഷാളുകളും അടക്കം ഇപ്പോൾ തന്നെ അനുയായികൾ ഉപയോഗിച്ച് തുടങ്ങിയിരിക്കുന്നു. എന്തായാലും അത്തരമൊരു രാഷ്ട്രീയ നീക്കത്തിലൂടെ സംസ്ഥാനത്തെ CPMനെ പ്രതിരോധത്തിലാക്കാനുള്ള ഒരു ഉദ്ദേശം കൂടി PV അൻവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിലടക്കം സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയ നേതാവ് ആരാണ്, അത് MK സ്റ്റാലിനാണോ അതോ MK സ്റ്റാലിനാണോ അതോ പിണറായി വിജയനാണോ എന്ന് PV അൻവർ ആവർത്തിച്ച് ചോദിക്കുന്നതിന് മുമ്പിലും കൃത്യമായൊരു രാഷ്ട്രീയ നീക്കം തന്നെയാണ്. പിണറായി വിജയൻ നേരത്തെയൊക്കെ തന്നെ സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയക്കാരനായി ഇല്ലെങ്കിൽ അതിന് നേതൃനിരയായി അറിയപ്പെട്ടിരുന്നെങ്കിൽ പോലും ഇപ്പോൾ സംഘപരിവാറുമായി പിണറായി സമരസപ്പെടുന്നു എന്നുള്ളതാണ് അൻവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം. തമിഴ്നാട്ടിൽ ഘടകകക്ഷികൾക്ക് അധികം വലിയ തോതിൽ സീറ്റുകൾ വിട്ടു നൽകിക്കൊണ്ട് അവിടെയുള്ള BJPയുടെ കടന്നുകയറ്റത്തിൽ സ്റ്റാലിൻ പ്രതിരോധിച്ചപ്പോൾ തൃശ്ശൂർ പൂരം കലക്കിക്കൊണ്ട് തൃശ്ശൂരിൽ BJPക്ക് ഒരു സീറ്റ് നൽകുകയാണ് പിണറായി വിജയനും CPMും ചെയ്തത് എന്നാണ് PV അൻവർ ആരോപിക്കുന്നത്. അത്തരമൊരു രാഷ്ട്രീയം മുന്നോട്ട് വെച്ചാൽ നിലവിലെ പോലീസിൻ്റെ നടപടിക്രമങ്ങളിലും അതുപോലെ തന്നെ ഈ തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെ ഒരു പ്രതിരോധം തീർക്കുമ്പോൾ സ്വാഭാവികമായും CPMൻ്റെ ആളുകളെ കൂടി അസംതൃപ്തരായ ആളുകളെ കൂടി കൊണ്ടുവരിക എന്നുള്ളത്
എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഇപ്പോൾ നമുക്കിപ്പോൾ PV അൻവറിൻ്റെ വീടിന് മുന്നിൽ തന്നെ കാണാൻ കഴിയുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് അതേ കൊടികളുമായി DMKയുടെ കൊടികളുമായി ഇപ്പോൾ പ്രവർത്തകർ PV അൻവറിൻ്റെ വീടിന് മുന്നിലേക്കും എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഇവിടെയും ആ പ്രവർത്തകരെ എത്തിക്കാനുള്ള ഉദ്ദേശം ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഘടിതമായ നീക്കം നടക്കും. എന്തായാലും DMKയുടെ കൊടികൾ അത് സഖ്യകക്ഷിയായിട്ടുള്ള ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടില്ലെങ്കിൽ പോലും ഇപ്പോൾ തന്നെ PV അൻവറിൻ്റെ വീടിന് മുന്നിലും ആ കൊടികൾ ഉയർന്നു തുടങ്ങിയിരിക്കുന്നു. അത് ഇത്തരത്തിൽ പലതരത്തിലുള്ള പ്രസ്താവനകൾ, പ്രത്യേകിച്ച് DMKയുടെ വക്താവായിട്ടുള്ള TK ചളങ്കോവൻ്റെ ഒരു പ്രസ്താവന വന്നിരുന്നു. ആ പ്രസ്താവനയൊക്കെ തന്നെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുമ്പോഴാണ് ഇത്തരത്തിൽ ഇങ്ങനെ ഒരു പ്രതീക്ഷ വരുന്നത്. അല്ല, എവിടെ നിന്നാണ് വരുന്നത്? ഇടവണ്ണുള്ള ആളുകളാണ്. എന്താണ് ഇപ്പോൾ ഇങ്ങനെ DMKയുടെ കൂടിയൊക്കെ എടുത്തിട്ട് DMK ഔദ്യോഗികമായിട്ട് ഇതൊരു സ്ഥിരീകരണം സ്ഥിരീകരിക്കുന്നുള്ള ഉറപ്പാണ്. 99% അതിനൊരു ഉറപ്പ് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ നേരത്തെ തന്നെ PV അൻവറിനൊപ്പം ഉണ്ടായിരുന്ന ആളുകളാണ്. പണ്ടൊക്കെ എല്ലാ ആൾക്കാരാണ്. ഏത് പാർട്ടിയിലാണ് പ്രവർത്തിച്ചിരുന്നത്? ഞങ്ങൾ ഇതുവരെ ഇതിലായിരുന്നു, NCPയിലായിരുന്നു. NCPയിൽ നമ്മൾ രാജിവെച്ച്. നിങ്ങളൊക്കെ ഏത് പാർട്ടി പ്രവർത്തിച്ചത്? മാർക്സിസ്റ്റ് പാർട്ടി പ്രവർത്തിച്ച ആളാണ്. ഇപ്പോൾ അൻവർഖാൻ പണ്ടേ ഉള്ള ആൾക്കാരാണ്. പണ്ട് അൻവർഖാൻ കൂടെ ഉള്ള കാലം മുതലേ അൻവർഖാൻ്റെ കൂടെ തന്നെയാണ്. മാർക്സിസ്റ്റ് പാർട്ടിയിൽ പറയുമ്പോൾ ഏത് ഭാരവാഹിത്വം? അല്ല, ഒന്നുമില്ല. മുപ്പര കൂടെ തന്നെ കാലങ്ങളായിട്ട് കുറേ കാലം. PV അൻവറിന്റെ നാട്ടുകാരനാണ്, ഇടവണ്ണക്കാരൻ. സ്മൃതി, ഈ പറയുന്നത് പോലെയാണ് PV അൻവറിന്റെ നാട്ടുകാരായിട്ടുള്ള ആളുകളാണ് ഇപ്പോൾ ഇവിടേക്ക് DMKയുടെ പതാകയുമായി എത്തിയിരിക്കുന്നത്. അവരൊക്കെ തന്നെ PV അൻവർ പിന്തുണമായി, PV അൻവർ അങ്ങോട്ട് പോകുന്നു എന്നുള്ള രീതിയിലൊരു നിലപാടാണ് ഇപ്പോൾ അവർ പറയുന്നത്. എന്തായാലും PV അൻവറിന്റെ PV അൻവർ ഉന്നയിച്ച അല്ലെങ്കിൽ ആരോപിച്ച കാര്യങ്ങൾ കൃത്യമായി നടപടി എടുക്കാത്ത ഒരുപാട് വിഷയങ്ങളുണ്ട് എന്ന്, അത് അങ്ങനെ ഒരു ചിത്രം ആളുകളിലേക്ക് എത്തിക്കാൻ PV അൻവർ ശ്രമിച്ചിരുന്നു. ഇല്ലെങ്കിൽ താൻ നൽകിയ പരാതിയെ കൃത്യമായി പരിശോധിക്കാനോ അതിൽ നടപടിയെടുക്കാനോ പാർട്ടി തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ പാർട്ടി തെറ്റായ രീതിയിലേക്ക് പോകുന്നു എന്നുള്ള ചിത്രീകരണം നടത്താൻ PV അൻവർ ശ്രമിച്ചു. ഭാഗികമായിട്ടെങ്കിലും ആളുകൾക്കിടയിൽ അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകർക്കിടയിൽ പോലും അത്തരം ഒരു അസംതൃപ്തി സൃഷ്ടിച്ചെടുക്കാനും PV അൻവർ സാധിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് അൻവറിൻ്റെ വേദിയിലേക്ക്, മഞ്ചേരിയിലെ പാർട്ടി പ്രഖ്യാപന വേദിയിലേക്ക് അല്ലെങ്കിൽ ഈ സോഷ്യൽ മൂവ്മെന്റ് പ്രഖ്യാപന വേദിയിലേക്ക് എത്തുന്ന ആളുകളിൽ ചെറുതല്ലാത്തൊരു വിഭാഗം ഇത്തരത്തിൽ CPMന്റെ നിലപാടുകളിൽ അതൃപ്തി ഉള്ളവരായിരിക്കും എന്നതിൽ സംശയമില്ല. DMKയുടെ നേതാവ് തന്നെ ഈ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുമ്പോൾ അങ്ങനെ ഒരു CPM ഒരു സഖ്യകക്ഷിയാണ്, സഖ്യകക്ഷികളെ പിണക്കിക്കൊണ്ട് വിമതരുമായിട്ടുള്ള ഒരു സഖ്യമില്ല എന്ന രീതിയിൽ പ്രതികരിച്ചു എന്നുള്ള വിവരങ്ങളാണല്ലോ പുറത്തു വരുന്നത്. പക്ഷേ അത് അന്തിമ തീരുമാനം എടുത്തിട്ടില്ല. കാരണം ഈ പരിപാടിയിലേക്ക് DMKയുടെ നിരീക്ഷകർ എത്തുന്നു എന്നുള്ള വിവരം കൂടിയുണ്ട്. അതിൽ കൂടി അൻവറിൻ്റെ പ്രതികരണം നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് കരുതുന്നു ഇറങ്ങുമ്പോൾ. കാരണം DMK കൊടിയൊക്കെ ഇപ്പോൾ തന്നെ അനുയായികൾ ഉപയോഗിച്ചു തുടങ്ങി എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് അത് മുന്നോട്ട് പോവുക എന്നുള്ളത് അറിയേണ്ടതുണ്ട്. അഷ്കർ, ഈ നിലമ്പൂരിലെ വീടിന് മുന്നിലാണോ ഉള്ളത്? അങ്ങനെയെങ്കിൽ അവിടെ നിന്ന് മഞ്ചേരിയിലേക്ക് ഒരുപാട് ദൂരമില്ലേ? സ്മൃതി, എടവണ്ണയിൽ നിന്ന് മഞ്ചേരിയിലേക്ക് ഒരു 30 മിനിറ്റ് മാക്സിമം, പരമാവധി 30 മിനിറ്റ് സഞ്ചരിക്കാനുള്ള ദൂരമുള്ളൂ. നിലമ്പൂരല്ല, എടവണ്ണ ഒതായിലാണ് PV അൻവറിൻ്റെ വീടുള്ളത്. ആ എടവണ്ണ ഒതായിൽ നിന്നും മഞ്ചേരിയിൽ ഈ ജസീല ജംഗ്ഷൻ എന്ന് പറയുന്ന ബൈപ്പാസ് റോഡിലാണ് ഇത്തരത്തിൽ സമ്മേളന നഗരി ഒരുക്കിയിരിക്കുന്നത്. അത് ആ സമയത്തിനകം തന്നെ ഒരു 30 മിനിറ്റിനകം തന്നെ ഓടിയെത്താവുന്ന ദൂരമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇതുവരെ PV അൻവർ ഇവിടെ നിന്ന് പുറപ്പെട്ടിട്ടില്ല. ഏകദേശം 5 മണിയോടെ പുറപ്പെടുമെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ 6 മണിയോടെ തന്നെ പരിപാടി ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ കണക്ക് കൂട്ടുന്നത്. ശരി അഷ്കർ, ഞാൻ വരാം.